എല്ലാ മനുഷ്യർക്കും അറിയാം അവർക്കൊരു മരണമുണ്ട് എന്ന്. എന്നാൽ എല്ലാ മരണവും കഷ്ടതകളും വേദനകളും രോഗങ്ങളും ദുഃഖങ്ങളും പേറി നടന്നു ജീവിക്കണമോ, അതോ അതിനകത്ത് നമ്മൾ വിജയിച്ച് മുൻപോട്ട് പോകണമോ? ഇതാണ് നാം തിരിച്ചറിയേണ്ടത്. വിശുദ്ധ വേദപുസ്തകത്തിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ വചനം പറയുന്നത്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വയ്ക്കുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാൾ സമ്മതിക്കുകയില്ല. സങ്കീർത്തനം 55:22. അതെ, താങ്കളുടെ ജീവിതം വേദനകളിലൂടെയാണ് കടന്നു പോകുന്നത്. അതിന് കാരണം നിങ്ങളുടെ ഹൃദയ കാഠിന്യമാണ്. യേശുവേ, എൻ്റെ പാപത്തെ ക്ഷമിക്കണമേ, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ അങ്ങിൽ വിശ്വസിക്കുകയാണ്, ഞാൻ ആ ക്രൂശിലേക്കൊന്ന് നോക്കുകയാണ് കർത്താവേ, എൻ്റെ കൂടെ ഒന്ന് ഇരിക്കണമേ എന്ന് സമർപ്പണ മനോഭാവത്തോടെ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ ആ യേശു നിങ്ങൾക്ക് വേണ്ടി വലിയവ ചെയ്തു തുടങ്ങും. അത് നിന്റെ സംവത്സരത്തെ ആ യേശു മടക്കിത്തരും. നഷ്ടപ്പെട്ടു പോയ നിന്റെ പല കാര്യങ്ങൾക്കകത്തും ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നടക്കുവാനിടയായിത്തീരും. നഷ്ടപ്പെട്ടതിന് ലാഭമാക്കി തരുന്ന, നഷ്ടങ്ങൾക്കകത്ത് വലിയ പ്രത്യാശ കൊണ്ടുവരുന്നത് യേശു മാത്രമാണ്. അതെ, നിന്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ചാട്ടവാർ അടിയേറ്റ് 2 കള്ളന്മാരുടെ നടുവെ കാരിരുമ്പാണികളാൽ തറയ്ക്കപ്പെട്ട് തലയിൽ മുൾമുടി ചൂടി ക്രൂശിൽ കിടക്കുന്ന യേശുവിലേക്ക് നോക്കുവാൻ തയ്യാറായാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ വചനം നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിന്റെ ഭാരം ക്രിസ്തുവിന് കൊടുക്കുക, നീ ക്രിസ്തുവിലേക്ക് തിരിയുക. നിശ്ചയമായും നിനക്കൊരു ശുഭഭാവിയുണ്ട്. ഗോഡ് ബ്ലെസ്.